ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ചോറിന് ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ പകുതി മുരിങ്ങക്കായ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും, പിന്നെ ഒരു പകുതി സവോളയും അത് നീളത്തിൽ തന്നെ അരിഞ്ഞതും, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ നിങ്ങൾ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പച്ചക്കറികളൊക്കെ വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ടിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഒഴിച്ചു കറിയാണിത്. ഫൈനലി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. ഉലുവ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ്, അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകും, 1/2 ടീസ്പൂൺ ഉലുവയും, 1 ചുമന്ന മുളകും ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.